ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കെമിസ്ട്രിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് കെമിക്കൽ നെയിംസ്. ഇത് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫുൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആർമി ബേസ്ഡ് ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് 1 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഓരോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എന്താണ് ഓരോ എലമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ നെയിമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കുകയാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ നോക്കി നമുക്കറിയാം, വാട്ടർ വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനുമാണ് ഫസ്റ്റ് വരുന്നത്. നമ്മൾ ആദ്യം അതാണ് നോക്കേണ്ടത് അല്ലേ. ഹൈഡ്രജനും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓക്സിജനും വരുന്നുണ്ട്. ഇനി നോക്കേണ്ട കാര്യം എന്താണ്? എത്ര ഹൈഡ്രജനാണ് എത്ര ഓക്സിജനാണ് വാട്ടർ മോളിക്യൂൾസിനകത്ത് കാണപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് ഒരുവിധം എല്ലാ ക്ലാസ്സുകൾക്കും കുഞ്ഞു ക്ലാസ്സുകൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതെന്നറിയപ്പെടുന്നത്. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? H2O ആണ് അല്ലേ. H2O ആണ് ഇതെന്നറിയപ്പെടുന്നത് വാട്ടറിൻ്റെ കെമിക്കൽ നെയിം. എന്നാലും ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? H2O ആണ് കറക്റ്റ് ആൻസർ. എത്ര ഹൈഡ്രജനാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനൂടെ കമ്പൈൻ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? H2O എന്നുള്ള എന്ത് ഫോം ചെയ്യുന്ന കെമിക്കൽ ഫോർമുല ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? H2O ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കോമൺ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്? എന്താണ് പറഞ്ഞേക്കുന്നത്? കോമൺ സോൾട്ടിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? സോഡിയം ക്ലോറൈഡ് എന്ന് അറിയപ്പെടുന്നു. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷനകത്തുണ്ട് സോഡിയം. സോഡിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ നമുക്കറിയാം എന്താണ്? Na ആണ് നമ്മൾ സോഡിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലോറൈഡ് ആകുമ്പോൾ എന്ത് വരുന്നുണ്ട്? Cl വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അന്നേരം ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ KCl, ഓപ്ഷൻ ബി MgCl2, ഓപ്ഷൻ സി NaCl, ദെൻ ഓപ്ഷൻ ഡി CaCl2 അല്ലേ. ഫസ്റ്റ് വരുന്ന കെ ഏതാണ്? പൊട്ടാസ്യമായിട്ട് റിലേറ്റഡ് ആണ്. അന്നേരം നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം. രണ്ടാമത് പറഞ്ഞതിനകത്ത് ഏതാണ് എലമെൻറ്റ് ഏതാണ്? മഗ്നീഷ്യമാണ് വരുന്നത്. മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. അന്നേരം ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതാണ്? NaCl. Na എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ആൻസർ ഏതായിരിക്കും? NaCl ആയിരിക്കും ആൻസർ. CaCl2 എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ക്ലോറൈഡ് അല്ലേ. Ca എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. കാൽസ്യം ക്ലോറൈഡ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? CaCl2 എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് കോമൺ സോൾട്ട് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് പഠിക്കാം. സോഡിയം ക്ലോറൈഡിനെ നമ്മൾ കെമിക്കലി പറയുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്നാണ്. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് അല്ലെങ്കിൽ കെമിക്കൽ ഫോമിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? NaCl എന്ന് എഴുതണം അല്ലേ. ഈ കോമൺ സോൾട്ടിൻ്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്താണ്? റോക്ക് സോൾട്ട് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്താണ്? ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്നുണ്ട്. ടേബിൾ സോൾട്ട് ചോദിച്ചാലും റോക്ക് സോൾട്ട് ചോദിച്ചാലും അതുപോലെ തന്നെ എന്താണ് കോമൺ സോൾട്ട് ചോദിച്ചാലും എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഏത് എഴുതേണ്ടത്? സോഡിയം ക്ലോറൈഡ് ആണ് ആൻസർ എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാർബൺ ഡയോക്സൈഡ്? എന്താണ് പറഞ്ഞേക്കുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ CO, ഓപ്ഷൻ ബി C2O, ഓപ്ഷൻ സി CO2, ദെൻ ഓപ്ഷൻ സി C2O2. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ്? കാർബണും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഇനി നമുക്ക് പേര് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ് പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പറഞ്ഞത്. ഡൈ മീൻസ് എന്താണ്? 2 ആണ്. അതായത് ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഓക്സിജൻ വരുന്നതാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇവിടെ അകത്ത് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാർബണിനെ C കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്സിജൻ ഇവിടെ പറഞ്ഞ ഡൈ ഓക്സൈഡ് ആണ്. ഡൈ മീൻസ് എന്താണ്? 2 ആണ്. അന്നേരം ഡൈ ഓക്സൈഡ് വരുമ്പോൾ എന്ത് വരും? O2 വരും. അന്നേരം ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി CO2 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? കാണാതെ പഠിക്കണ്ട. ആ പേരിനകത്തും അതിൻ്റെ സിമ്പിൾസ് നമുക്ക് അറിയാമെങ്കിലും അത് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഫോർമുല റെപ്രസെൻറ്റ് മീതെയിൻ? എന്താണ് പറഞ്ഞത്? മീതെയിൻ എന്ന് പറയുന്നതിൻ്റെ
ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, മീഥൈന് നാച്ചുറൽ ഗ്യാസിനകത്ത് കാണപ്പെടുന്ന മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മീഥൈൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? CNG അല്ലെ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനകത്ത്, അതുപോലെ തന്നെ എന്താണ്? ഗോബർ ഗ്യാസിനകത്ത്, മാഷ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? മീഥൈൻ ആണ് എഴുതേണ്ടത് അല്ലെ. മീഥൈൻ ആണ് എന്നറിയപ്പെടുന്ന CNGയിലെ മെയിൻ കമ്പോണന്റ്, ഗോബർ ഗ്യാസിന്റെ മെയിൻ കമ്പോണന്റ്, മാഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മീഥൈൻ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയുക? നാച്ചുറൽ ഗ്യാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മീഥൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് സിംബോളിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ CH4, ഓപ്ഷൻ ബി C2H4, ഓപ്ഷൻ സി NH3, ദെൻ ഓപ്ഷൻ ഡി CO2. CO2 അറിയാം, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയാം. NH3 എന്ന് പറയുന്നത് അമോണിയ നമുക്കറിയാം അല്ലേ. ഇനി നോക്കി, ഇത് രണ്ടുമാണ് നമുക്ക് വന്നേക്കുന്നത്. അന്നേരം നോക്കി, മീഥൈൻ എന്നറിയപ്പെടുന്നത് തിരിഞ്ഞു പോകരുത്. എന്തായിരിക്കും? ഓപ്ഷൻ എ CH4 ആണ് മീഥൈൻ്റെ ഫോർമുല എന്നറിയപ്പെടുന്നത്. നമുക്ക് തിരിച്ചും ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കാം? CH4 എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് എലമെൻറ്റിന് അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിൻ്റെ നെയിമിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണ് ആൻസർ എഴുതാം. അല്ലെങ്കിൽ എന്താണ്? മീഥൈൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഫോർമുലയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണേ? 4 ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഫോർ അമോണിയ? എന്താണ് പറഞ്ഞേക്കുന്നത്? അമോണിയയുടെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ നോക്കി, NO2, ഓപ്ഷൻ ബി NH4, ദെൻ ഓപ്ഷൻ സി NH3, ദെൻ ഓപ്ഷൻ ഡി N2H. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് അമോണിയയുടെ കെമിക്കൽ ഫോർമുല ഏതായിരിക്കുമെന്നാണ്. നോക്കി, അമോണിയ നമുക്കറിയാം NH വരുന്നതാണ് എപ്പോഴും അമോണിയ വരുന്നത്. അതിന് 2 നമുക്ക് ഇത് 3 ബാക്കിയുള്ളത്. ഇനി നോക്കേണ്ട എന്താണ്? ഈ N2H എന്തായാലും വരത്തില്ല അമോണിയക്ക്. ഇത് രണ്ടുമാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നത്. NH3 ആണോ അമോണിയ അല്ലെങ്കിൽ NH4 ആണോ അമോണിയ എന്ന് ചോദിക്കും അല്ലേ. നമുക്ക് കൺഫ്യൂഷൻ ആകരുത്. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അമോണിയ അയോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? NH4 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ. അയോൺസ് ആണെങ്കിൽ NH4 കൊണ്ടും, അമോണിയ അയോൺസ് ആണെങ്കിൽ NH4 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. NH3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അമോണിയ ആണ് എന്തെന്ന് പറയുക? NH3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? ഓക്കെ ആണ്, ഡൗട്ടൊന്നും ഇല്ലേ? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഗ്ലൂക്കോസ് അല്ലേ. നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഈ ഷുഗർ കണ്ടന്റ് എന്താണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഇൻസുലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം നോക്കി, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ നോക്കി, C12H22O11, ഓപ്ഷൻ ബി C6H12O6, ഓപ്ഷൻ സി C4, ദെൻ ഓപ്ഷൻ ഡി C2H5OH. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുക? ഗ്ലൂക്കോസിൻ്റെ ഫോർമുല ഏതായിരിക്കും? ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്തായാലും നമുക്കറിയാം 3 വരുന്ന ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. ഇത് 3 എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തായിരിക്കും ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് ഇതിൻ്റെയൊക്കെ പേരുകൾ വരുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ 3 എലമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ. ഇനി നോക്കി, നമുക്ക് അതിനകത്ത് ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ എന്തേ ഉള്ളൂ? കാർബൺ മാത്രമേ ഉള്ളൂ. അതെന്തായാലും ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ വരുന്നത് എന്താണ്? കാർബണും ഹൈഡ്രജനും അതുപോലെ എന്താണ്? OH ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വന്നേക്കുന്ന ഏതാണ് C12H22O11 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ C6H12O6. ഇത് 2 നമുക്ക് എന്താണ് മുന്നിൽ നിൽക്കുന്ന ആൻസേഴ്സിനകത്ത് വരുന്നതിനകത്ത് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. C6H12O6 ആണ് എന്തെന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ കെമിക്കലായിട്ട് നമ്മൾ എഴുതുന്നത് ഏതാണ്? C6H12O6 ആണ്. അങ്ങനെയാണെങ്കിൽ C12H22O11 എന്ന് പറഞ്ഞാൽ ഏതാണ്? സൂക്രോസിൻ്റെ ആണ് കേട്ടോ. സൂക്രോസിൻ്റെ കെമിക്കലായിട്ട് നമ്മൾ എഴുതുന്നതാണ് എന്തെന്ന് പറയുക? C12H22O11 എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ജനുവരി 1 തൊട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞത് ആർമി, GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നഴ്സിംഗ്, ഈ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഈവനിങ്ങുള്ളിൽ സെയിം ക്ലാസ് നമുക്ക് റെക്കോർഡ് സെക്ഷന് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് നൽകുന്നതാണ്. കോഴ്സിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ ക്ലാസ്സുകളും വീക്കിലി എക്സാമുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കുറച്ച് എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ക്ലാസ് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ആർമി എന്നുള്ള യൂണിഫോം എന്നുള്ളത് നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എന്താണ് എഴുതേണ്ടത്, ഫോർമുലയാണ് എഴുതേണ്ടത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ HCl, ഓപ്ഷൻ ബി H2SO4, ഓപ്ഷൻ സി HNO3, ദെൻ ഓപ്ഷൻ ഡി CH3COOH. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഹ്യൂമൻ സ്റ്റൊമക്കിനകത്ത് കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ സ്റ്റൊമക്കിൽ കൂടുതലായിട്ട് വരുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്, അസിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ആൻറ്റാസിഡ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. അന്നേരം നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫോമുല താഴെ തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ എ HCl. HCl-നെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. H2SO4-നെ പറയുന്ന പേരെന്താണ്, സൾഫ്യൂറിക് ആസിഡ് അല്ലേ. സൾഫ്യൂറിക് ആസിഡ് എന്നാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, H2SO4-നെ അറിയപ്പെടുന്ന ഏതാണ്, സൾഫ്യൂറിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. എന്താണ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ്, സൾഫ്യൂറിക് ആസിഡിനെയാണ്. അതുപോലെ തന്നെ എന്താണ്, കാർ ബാറ്ററീസ്, കാറിൻ്റെ ഇൻവേർട്ടേഴ്സിനകത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, H2SO4 ആണ്. HNO3 എന്താണ്, നൈട്രിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, HNO3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് നൈട്രിക് ആസിഡ്. ഇനി അടുത്ത് നോക്കിയേ, CH3COOH എന്താണ്, അസെറ്റിക് ആസിഡ് അല്ലേ. അസെറ്റിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, CH3COOH കൊണ്ട് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, CH3COOH ചോദിച്ചാൽ ഏതാണ്, അസെറ്റിക് ആസിഡ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്, അസെറ്റിക് ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദീസ് ഇസ് സൾഫ്യൂരിക് ആസിഡ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് സൾഫ്യൂരിക് ആസിഡിൻ്റെ സിമ്പിളാണ് ചോദിച്ചേക്കുന്നത്. H2SO3, ഓപ്ഷൻ ബി HCl, ഓപ്ഷൻ സി H2SO4, ദെൻ ഓപ്ഷൻ ഡി H2S. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക, സൾഫ്യൂരിക് ആസിഡിൻ്റെ സിമ്പിൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി H2SO4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ബേക്കിംഗ് സോഡ? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്ന ബേക്കിംഗ് സോഡയുടെ സിമ്പിൾ അല്ലെങ്കിൽ ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, Na2CO3, ഓപ്ഷൻ ബി NaHCO3, ഓപ്ഷൻ സി NaOH, ദെൻ ഓപ്ഷൻ ഡി KOH. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുക, ബേക്കിംഗ് സോഡ അല്ലേ. ബേക്കിംഗ് സോഡ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് അല്ലേ. സോഡിയം ബൈകാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ബേക്കിംഗ് സോഡയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേക്കുകളുടെ നിർമ്മാണത്തിന്, പേസ്ട്രീസിനൊക്കെ നിർമ്മാണത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ കേക്കൊക്കെ എന്താണ്, പ്ലഫി സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുക, ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ഈ ബേക്കിംഗ് സോഡയുടെ സിമ്പൽ അല്ലെങ്കിൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും ആൻസർ, ഏതായിരിക്കും ആൻസർ, ഓപ്ഷൻ ബി NaHCO3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ വാഷിംഗ് സോഡ? എന്താണ് പറഞ്ഞേക്കുന്നത്, വാഷിംഗ് സോഡയുടെ സിമ്പിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വാഷിംഗ് സോഡയെ പറയുന്ന പേരാണ് സോഡിയം കാർബണേറ്റ്. എന്താണ്, സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്,
വാഷിംഗ് സോഡയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഈ സോഡിയം കാർബണേറ്റിന്റെ സിമ്പൽ അല്ലെങ്കിൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത് Na2CO3. ഓപ്ഷൻ ബി NaHCO3, ഓപ്ഷൻ സി NaOH, ദെൻ ഓപ്ഷൻ ഡി CaCO3. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? അറിയാമോ? ഏതാണ്? ഓപ്ഷൻ എ Na2CO3 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമുല ഫോർ ഓസോൺ ഗ്യാസ്. എന്താണ് പറഞ്ഞത്? ഓസോൺ ഗ്യാസിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ O2, ഓപ്ഷൻ ബി O3, ദെൻ ഓപ്ഷൻ സി O4, ദെൻ ഓപ്ഷൻ ഡി HO. ഓസോൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ലെയർ ആണ്. എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് ഓസോൺ ലെയർ എന്നറിയപ്പെടുന്നത്. CFC കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് ഡെപ്ലീഷൻസ് വീഴുകയും സൺലൈറ്റിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട്? UV റേസ് നമ്മുടെ ഭൂമിയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനെ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് കാണപ്പെടുന്ന ഓസോൺ ഗ്യാസ് അല്ലെങ്കിൽ ഓസോൺ ലെയറിനെ നമ്മൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ആണ് അല്ലേ? ഓക്സിജനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ O2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓസോൺ ആണെങ്കിൽ ഏതാണ് ആൻസർ വേണ്ടത്? ഓപ്ഷൻ ബി O3 ആണ് ഓസോണിൻ്റെ സിമ്പിൾ എന്നറിയപ്പെടുക അല്ലെ ഫോർമുല എന്നറിയപ്പെടുന്ന ഏതാണ്? O3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ബ്ലീച്ചിങ് പൗഡർ? നമ്മൾ ക്ലീനിങ് ഏജന്റ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ CaO, കാൽസ്യം കണ്ടന്റ് ആണ് സബ്സ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. ഓപ്ഷൻ ബി CaOH ട്വൈസ്, ഓപ്ഷൻ സി CaOCl2, ഓപ്ഷൻ ഡി CaCl2. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലീച്ചിങ് പൗഡറിന്റെ സിമ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ എഴുതുക? എന്തായിരിക്കും ബ്ലീച്ചിങ് പൗഡറിന്റെ സിമ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി CaOCl2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഓരോ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കെമിക്കൽ ഫോർമുല ഫോർ ലാഫിംഗ് ഗ്യാസ്. എന്താണ്? ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുക? നൈട്രസ് ഓക്സൈഡ് എന്നറിയപ്പെടുന്നു. ഏതാണ്? ലാഫിംഗ് ഗ്യാസിന് അറിയപ്പെടുന്ന പേരെന്താണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. ഈ നൈട്രസ് ഓക്സൈഡിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ NO2, ഓപ്ഷൻ ബി N2O, ഓപ്ഷൻ സി NO, ഓപ്ഷൻ ഡി N2O5. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ എന്താണ് ലാഫിംഗ് ഗ്യാസിന്റെ എന്താണ് അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡിന്റെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി N2O ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമുല ഫോർ കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്താ നോക്കി? കോസ്റ്റിക് സോഡയെ പറയുന്ന മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് പറയുന്നത്. അത് 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? കോസ്റ്റിക് സോഡയുടെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് ചോദിക്കാം. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ KOH, ഓപ്ഷൻ ബി MgOH ട്വൈസ്, ഓപ്ഷൻ സി NaOH, ദെൻ ഓപ്ഷൻ ഡി NaCl. ഏതായിരിക്കും കോസ്റ്റിക് സോഡ? നോക്കിയേ, ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിലേറ്റഡ് ആണ്. സോഡിയത്തിന്റെ സിമ്പൽ Na ആണ്. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? K പൊട്ടാസ്യം കട്ട് ചെയ്യാനായിട്ട് പറ്റും, Mg മഗ്നീഷ്യം കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കേണ്ട ഏതാണ്? NaOHും NaClഉം ആണ് നോക്കേണ്ടത്. നമുക്കറിയാം NaCl എന്ന് പറഞ്ഞാൽ Cl എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ക്ലോറിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അന്നേരം എന്ത് ചെയ്യാൻ പറ്റും? ഇതും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്. NaOH ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്? എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? നമുക്ക് ബോൺസിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടലോ ഒടിവോ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഒരു വൈറ്റ് കളറുള്ള പൗഡർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴിച്ചെന്ത് ചെയ്യും? അതിനെ കുഴച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക എന്ന് പറയുന്നുണ്ട്.
ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CaSO4 half H2O, CaSO4 H2O, ഓപ്ഷൻ സി MgSO4, then ഓപ്ഷൻ ഡി CuSO4. ഏതായിരിക്കും ആൻസർ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ വരുന്നത് ഏതായിരിക്കും ആൻസർ വരുന്നത്? എന്തായിരിക്കും വരുന്നത്? നോക്കിയേ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പേരെന്താണ്? CaSO4 ഡോട്ട് എന്താണ്? ഹാഫ് H2O ആണ്. എന്താണ്? ഹാഫ് H2. ഇവിടെ എന്താണ്? ഒരു 1/2 ഉണ്ട്. ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് വരിക അല്ലേ? CaSO4 ഡോട്ട് ഹാഫ് H2O ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ എന്താണ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമുല ഫോർ ജിപ്സം. എന്താണ് ജിപ്സത്തിന്റെ ഫോർമുല ഏതെന്നാണ് നോക്കേണ്ടത്. ജിപ്സം ആദ്യം നമ്മൾ നോക്കേണ്ടത് ജിപ്സം എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ കാൽസ്യമായിട്ട് കണക്റ്റഡ് ആണ്. നോക്കിയേ, ഓപ്ഷൻ എല്ലാത്തിനകത്തും കാൽസ്യം ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഓപ്ഷൻ എ CaSO4 ഡോട്ട് 2H2O, ഓപ്ഷൻ ബി CaSO4 H2O, ഓപ്ഷൻ സി CaCO3, ദെൻ ഓപ്ഷൻ ഡി CaO. ഏതായിരിക്കും ജിപ്സത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്? ഏതായിരിക്കും ജിപ്സത്തിൻ്റെത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. CaSO4 ഡോട്ട് 2H2O എന്ന് പറയുന്നതാണ് ജിപ്സത്തിന്റെ എന്തെന്നറിയപ്പെടുക? ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ വിനിഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഈ അസറ്റിക് ആസിഡിന്റെ സിമ്പല് ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതാണ്? HCOOH ആണോ, CH3COOH ആണോ, C2O5OH ആണോ, അതോ CH3OH ആയിരിക്കോ? ഏതാണ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി CH3COOH നെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? വിനിഗർ അല്ലെങ്കിൽ എന്താണ് അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ്? CH3COOH നെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനിഗർ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമുല ഫോർ ഡ്രൈ ഐസ്. എന്താണ് പറഞ്ഞത്? ഫോർമുല ഫോർ ഡ്രൈ ഐസ് ആണ്. സോഡിയം അല്ലെ, എന്താണ് സോളിഡ് ഫോം ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് സോളിഡ് ഫോമിൽ കാണപ്പെടുന്നതിനാണ് നമ്മൾ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഐസിന്റെ പേര് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ H2O, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി CO, ദെൻ ഓപ്ഷൻ ഡി SO2 അല്ലെ. സോളിഡ് ഫോം ആണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. എപ്പോഴും ഏതായിരിക്കും? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. സോളിഡ് ഫോമിൽ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ നൈട്രിക് ആസിഡ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് നൈട്രിക് ആസിഡിന്റെ ഫോർമുല അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ HNO2, ഓപ്ഷൻ ബി NH3, ഓപ്ഷൻ സി HNO3, ദെൻ ഓപ്ഷൻ ഡി H2SO4. ഏതായിരിക്കും ആൻസർ വരിക? നൈട്രിക് ആസിഡിന്റെ എന്താ വരിക? HNO3 ആണ് നൈട്രിക് ആസിഡിന്റെ ആൻസർ. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാണ് ഫോർമുല ഫോർ സ്ലേക്ഡ് ലൈം. സ്ലേക്ഡ് ലൈമിന്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി CaOH ട്വൈസ് ആണ് എന്തെന്നറിയപ്പെടുക. എന്താണ് സ്ലേക്ഡ് ലൈമിന്റെ ഫോർമുല ചോദിച്ചാൽ എന്താണ്? CaOH ട്വൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ബെൻസീൻ അല്ലെ. റിംഗ് ലൈക്ക് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ബെൻസീൻ എന്നറിയപ്പെടുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ബെൻസീൻ്റെ സ്ട്രക്ചർ ഫോർമുല അല്ലെങ്കിൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ C6H6, ഓപ്ഷൻ ബി C6H12, ഓപ്ഷൻ സി C2H2, ദെൻ ഓപ്ഷൻ ഡി CH4. നമുക്കറിയാം ഏതാണ് ബെൻസീൻ വരുമ്പോൾ രണ്ടിലും 6 വരുന്നതാണ്. ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. അന്നേരം ആൻസർ ഏതാണ്? ഓപ്ഷൻ എ C6H6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും PDF ലഭിക്കുന്നതും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലായിരുന്നു. ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
ഫോർമുല ഫോർ എഥനോൾ അല്ലേ, നമ്മൾ ഡ്രിങ്കിങ് ആൽക്കഹോളിനെ ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, എഥനോൾ എന്നറിയപ്പെടുന്നത്. ഈ എഥനോൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആൽക്കഹോളിന്റെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത് CH3OH, ഓപ്ഷൻ ബി C2H5OH, ഓപ്ഷൻ സി C7H7OH, ദെൻ ഓപ്ഷൻ ഡി C6H12OH. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക, ഡ്രിങ്കിങ് ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്നറിയപ്പെടുന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത് C2H5OH ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഹെവി വാട്ടർ? ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നതിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ H2O, ഓപ്ഷൻ ബി D2O, ഓപ്ഷൻ സി T2O, then ഓപ്ഷൻ ഡി H2O2. ഏതായിരിക്കും ആൻസർ നോക്കി? ഹെവി വാട്ടറിന്റെ അല്ലെ, ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂറ്റീരിയം ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് D2O ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഹെവി വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമുല ഫോർ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ എന്താണ് കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ നോക്കാം നമുക്ക്. K2MnO4, ഓപ്ഷൻ ബി KMnO4, ഓപ്ഷൻ സി MnO2, ദെൻ ഓപ്ഷൻ ഡി KOH. അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് K കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നോക്കിയേ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെത് എന്താണ്? KMnO4 ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ആൻസർ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ മാർബിൾ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ? അല്ലേ, മാർബിൾ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എന്നറിയപ്പെടുന്നതിൻ്റെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. മാർബിൾ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഏത് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഏത് വസ്തു കൂടുതലാണെന്ന് ചോദിച്ചാൽ എന്താണ്? കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാർബിളിൻ്റെയും ലൈംസ്റ്റോണിൻ്റെയും അല്ലേ എന്താണ് കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഇല്ലേ, നമുക്കറിയാം, കുഞ്ഞു ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സി അല്ലേ, കാക്കോ3 എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി CaCO3 ആണ് എന്തെന്നറിയപ്പെടുക മാർബിൾ അല്ലെങ്കിൽ ലൈംസ്റ്റോണിൻ്റെ എന്തെന്നറിയപ്പെടുന്നത് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ സെക്ഷനിലൂടെ 25 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. ഈ 25 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്ന്, കെമിക്കൽ ഫോർമുലാസിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ കെമിക്കൽ ഫോർമുലാസും കറക്റ്റായിട്ട് പഠിക്കണം. അതിനോട് കൊടുത്തേക്കുന്ന ഓപ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.